Domine et miserere, quia peccavimus tibi. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തോടെ തുടങ്ങുന്ന അവിടുത്തെ ജീവിതത്തിലെ അവസാന നാളുകളെ കുറിച്ച് ധ്യാനിക്കേണ്ട സമയമാണ്. ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ, യേശുവിനെ വധിക്കാൻ യഹൂദ അധികാരികൾ ഔദ്യോഗികമായി തീരുമാനമെടുക്കുന്നത് നാം കേൾക്കുന്നു. സുവിശേഷം പ്രസ്താവിക്കുന്നത് പോലെ ആ നിമിഷം മുതൽ അവിടത്തെ വധിക്കാൻ അവർ നിശ്ചയിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ജീവൻ നൽകുന്ന ഈ പ്രവൃത്തിയാണ് യേശുവിന്റെ വിധി നിർണയിക്കുന്നത്. യേശു പല വിധത്തിൽ ജീവൻ പ്രദാനം ചെയ്തു. എന്നാൽ അക്കാരണത്താൽ തന്നെയാണ് അവിടുന്ന് മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്യുന്നത്. ജീവിതവും മരണവും എപ്പോഴും ആഴത്തിൽ പരസ്പര ബന്ധിതമാണ്. അവ വിപരീതങ്ങളല്ല, മറിച്ച് ഒരേ യാത്രയിലെ കൂട്ടുപതികരാണ്. അവ ഒന്നില്ലാതെ മറ്റൊന്നില്ലാത്ത വിധം നിലനിൽപ്പിന്റെ താളത്തെ രൂപപ്പെടുത്തുന്നു. എങ്കിലും യേശുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവർ അറിഞ്ഞില്ലെങ്കിലും വരാനിരിക്കുന്ന ഈ വിശുദ്ധ വാരത്തിലൂടെ അവിടുത്തെ ദൗത്യം കൂടുതൽ മഹത്തായ രീതിയിൽ തുടരാൻ അവർ കാരണക്കാരായി. ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കുന്നതിനാണ് യേശു മരിച്ചത്. തന്റെ മരണത്തിലൂടെ അവിടുന്ന് ദൈവത്തിന്റെ അതിരുകളില്ലാത്ത ജീവൻ നൽകുന്ന സ്നേഹം വെളിപ്പെടുത്തുകയും കുരിശിന് ചുറ്റും ജനങ്ങളെ ഒരുമിപ്പിക്കുകയും ചെയ്തു. കുരിശ് പരാജയത്തിന്റെ അടയാളമല്ല, മറിച്ച് ദൈവസ്നേഹത്തിന്റെ പരമമായ അടയാളമാണ്. വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുരിശിന് മുന്നിൽ നിൽക്കാനും എല്ലാവരിലേക്കും നീളുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആലിംഗനത്താൽ ചേരാനും നമുക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.